പൈസ ഇല്ല ആളുകളുടെ കയ്യിൽ. ഫാമിലി ബജറ്റ് അവതാളമായി. സാധാരണക്കാരായ വളരെ പാവപ്പെട്ടവരുടെ ജീവിതം എന്ന് പറയുന്നത് ദുരിതപൂർണമാണ്. പട്ടിണി എന്നൊന്നും ഞാൻ ആ വാക്കൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. കഷ്ടപ്പാടുകളിലേക്കും ദുരിതങ്ങളിലേക്കും ആളുകൾ പോവാണ്. MLA-മാർ നിലയിൽ എത്രയോ ആളുകൾ കാണാൻ വരുന്നു. മരുന്ന് മേടിക്കാൻ പണമില്ലാത്തവർ, കുട്ടികളുടെ ഫീസ് അടയ്ക്കാൻ പറ്റാത്ത ആളുകൾ, ചികിത്സയുടെ ഗതികേട്, ഇങ്ങനെ ആളുകൾ വല്ലാതെ വിഷമിച്ച് വല്ലാതെ കഷ്ടപ്പെടും. ഭയങ്കരമായി ഒരു ഇടത്തരം ആളുകളുടെയും സാധാരണക്കാരുടെയും ജീവിത ദുരിതം വല്ലാതെ വർദ്ധിക്കുകയാണ്. ഹെൽത്ത് എക്സ്പെൻസ് കൂടി, എഡ്യൂക്കേഷൻ എക്സ്പെൻസ് കൂടി, സാധനങ്ങളുടെ വില കൂടി, വരുമാനത്തിൽ ഒരു വർധനവും ഒരു തരത്തിലുമില്ല. സെസ് കൂടി, ടാക്സ് കൂടി, എല്ലാത്തിന്റെയും ഇമ്പാക്ട് ഒരു കുടുംബത്തിന്റെ ബജറ്റിൽ അവർക്ക് താങ്ങാൻ കഴിയാവുന്നതിന്റെ അപ്പുറത്തേക്ക് ഓരോ കുടുംബത്തിലെ ഈ സ്ഥിതി പോവുകയാണ്. മിഡിൽ ക്ലാസിന്റെ പ്രശ്നം എന്താ? അവർക്ക് അവരുടെ ലിവിംഗ് സ്റ്റാൻഡേർഡ്, ആ ക്വാളിറ്റി ഓഫ് ലൈഫ് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. അവ കടം മേടിക്കുകയാണ്. നിങ്ങളെല്ലാം സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്നതല്ലേ? ബാങ്കുകളിലേക്ക് പൈസ തിരിച്ചടവ് വരുന്നുണ്ടോ? അപകടകരമായ രീതിയിലേക്ക് ബാങ്കിന്റെ സിറ്റുവേഷൻ പോവാണ്. വീണ്ടും ആളുകൾ കടമെടുക്കുകയും വീണ്ടും എടുത്ത ലോൺ വീണ്ടും വെക്കുകയും ചെയ്യുന്ന സ്ഥിതിയിലേക്ക്. ഇത് വെറുമൊരു സാധനങ്ങളുടെ വിലക്കയറ്റം എന്നതിലേക്ക് ഉപരിയായി കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ, കേരളത്തിലെ കുടുംബങ്ങളുടെ സമ്പദ് വ്യവസ്ഥ എന്നുള്ളതെല്ലാം അപകടകരമായ രീതിയിലേക്ക് പോവാം.